എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ ഇന്ന് എൻ്റെ ഉമ്മുമ്മാടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാടെ വീട്ടിലേക്ക് പോവുകയാണ്. തലേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിന്നതാണ് കേട്ടോ. കാരണം ഇന്ന് ഞാൻ ഉമ്മാടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ, എൻ്റെ ഉമ്മാടെ ബ്രദർ അഥവാ എൻ്റെ മാമാടെ മോളുടെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. കാക്ക വരുന്നില്ല, അതുകൊണ്ടാണ് എന്നെ നേരത്തെ കൊണ്ട് എൻ്റെ വീട്ടിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുൾ പാക്ക് ചെയ്ത് റെഡിയായി ഇറങ്ങിയപ്പോൾ വാപ്പാടെ ചെരുപ്പ് പൊട്ടി. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് പോയി ഞാനും വാപ്പായും ചെരുപ്പൊക്കെ നോക്കുവാണ് കേട്ടോ. അങ്ങനെയൊക്കെ ചെരുപ്പൊക്കെ നോക്കി വാങ്ങി റെഡിയായി നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങുവാണേ. എൻ്റെ വീട് കോവളത്താണ് വരുന്നത്. എൻ്റെ ഉമ്മുമാടെ വീട് അങ്ങ് അമരവിളയിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട്. മുമ്പ് ഞാൻ കൊച്ചായിരുന്ന സമയത്ത് ഉമ്മുമാടെ വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ ടൂറ് പോകുന്ന പോലെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ റോഡൊക്കെ വന്നപ്പോൾ നമുക്ക് പോയി വരാനുള്ള ആ ഒരു പാട് മാറിയെങ്കിലും ആ ഒരു എക്സൈറ്റ്മെൻറ്റിന് എനിക്കൊരു കുറവുമില്ല. ഉമ്മുമാടെ വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മൾ വഴിയിൽ കണ്ട പഴംപൊരിയും അതുപോലെ ഈ ഒരു ഡ്രിങ്ക്സൊക്കെ വാങ്ങി കുടിച്ച് അവസാനം നമ്മുടെ അമരവിളയിലെത്തി ഗൈസ്. റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ വീടുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുവാണ്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഈ വരവിൽ ഞാൻ റുവായുമായിട്ടാണ് നിൽക്കാൻ വരുന്നത്. എൻ്റെ കല്യാണത്തിന് മുമ്പെയാണ് കേട്ടോ ഞാൻ ലാസ്റ്റായിട്ട് ഉമ്മുമ്മാടെ വീട്ടിൽ സ്റ്റേ ചെയ്തത്. ഇപ്പോൾ റുവായുമായിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മുമ്മാടെ വീട്. നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ കാണാം, ഒരു റോഡില്ല, ഒരു വണ്ടിയില്ല, ഒരു ബഹളമില്ല. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. തൊട്ടടുത്തടുത്ത ആൾക്കാരും ഒരുപാട് ചെടികളും അങ്ങനെ ഭയങ്കര സമാധാനമുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് ഇത്. എൻ്റെ രണ്ട് മാമാമാരും ഉമ്മുമ്മായും അടുത്തടുത്താണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെട്ടെന്ന് പോയി വരാൻ പറ്റും. അങ്ങനെ എൻ്റെ അടുത്തൊരു മാമാടെ വീടുണ്ട്, അവിടെയും പോയി കണ്ടു. അങ്ങനെ എല്ലാവരുടെടുത്തും സംസാരിച്ചിട്ട് നമ്മളിനി ബ്രൈഡിനെ ഒന്ന് റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നാളെ എൻഗേജ്മെൻ്റ് ആണ്, തലേദിവസം മെഹന്തി ഇടണമല്ലോ. സോ നമ്മൾ വിചാരിച്ചു അവളെ ഒന്ന് റെഡിയാക്കി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. വീട്ടിൽ ആരെയും വിളിച്ചിട്ടോ ചടങ്ങോ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു അവളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ എൻ്റെ രണ്ട് അനിയത്തിമാർ മെഹന്തി ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ഞാനും എൻ്റെ കഴിവൊന്ന് തെളിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവളുടെ കയ്യിൽ. എൻ്റെ മാമാമാരെല്ലാം അങ്ങനെ ഓഡിറ്റോറിയത്തിലും വീട്ടിലൊക്കെ ആയിട്ട് മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നാളത്തെ ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാമായും വാപ്പായും ഒക്കെ വന്നതാണ് കേട്ടോ. അങ്ങനെ റുവാക്കുട്ടി അവരുടെ അടുത്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെഹന്തി ഇടലൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ബ്രൈഡിനെ നമ്മളെ വീട്ടിലാക്കി ബാക്കി എല്ലാ കസിൻസ് പിള്ളേരുമായിട്ട് നാളെ പ്രോഗ്രാം നടക്കാൻ പോകുന്ന ഓഡിറ്റോറിയം കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി ഹാളിൽ കയറി നോക്കുവാണ് കേട്ടോ. ഒരു ചെറിയ ഹാളും അതിന് ചുറ്റും കുറേ ചെടികളും ഒരുപാട് സ്ഥലവും അതിൻ്റെ കൂടെ തന്നെ ഓപ്പൺ സ്റ്റേജും ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ മൊത്തം കണ്ട് ഇനി കുറച്ച് നേരം നമ്മൾ അവിടെ തന്നെ നിൽക്കുവാണ് കേട്ടോ. മാമാക്ക് കുറച്ച് സാധനങ്ങൾ ഇറക്കി വെക്കാനുണ്ടായിരുന്നു. സോ നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. റുവാക്ക് എല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഫുഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മാമ വെയിറ്റ് ചെയ്ത് നിന്ന ആൾക്കാർ വന്നു. അങ്ങനെ അവിടുത്തെ പരിപാടി നമ്മൾ നേരെ നെയ്യാറ്റിൻകരയിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ പിള്ളേർ സെറ്റ് മൊത്തം വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ മാമിമാരെല്ലാം പൂ കെട്ടുന്ന പരിപാടിയിലാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ കഴിച്ച് സംസാരിച്ചിരുന്നതിന് ശേഷം ഞാൻ എൻ്റെ രണ്ടാമത്തെ മാമാടെ വീട്ടിലാണ് കേട്ടോ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് പോയി മെഹന്തിയൊക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായി. എൻഗേജ്മെൻറ്റ് വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.